സാമ്രാജ്യത്വത്തിന്റെ സിംഹാസനങ്ങളിൽ വിള്ളലുകൾ വീണു കഴിഞ്ഞിരിക്കുന്നു. പതിറ്റാണ്ടുകളായി ലോകത്തെ തന്റെ കാൽക്കീഴിലാക്കാൻ ആയുധങ്ങൾ കൊണ്ടും സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടും ഭീഷണി മുഴക്കിയ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അസ്തമയ കാലമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ വിറപ്പിച്ച പരമാധികാരമുള്ള രാജ്യങ്ങളെ തകർത്തെറിഞ്ഞ നിരപരാധികളുടെ ചോരയിൽ കുതിർന്ന അമേരിക്കൻ ആധിപത്യത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ധീരമായ ഒരു പറ്റം രാജ്യങ്ങൾ ഇപ്പോൾ ചരിത്രപരമായ തിരിച്ചടിക്ക് കോപ്പുകൂട്ടുകയാണ്. റഷ്യയുടെ കരുത്തും ചൈനയുടെ സാമ്പത്തിക അടിത്തറയും ഉത്തര കൊറിയയുടെ പോരാട്ട വീര്യവും ഒപ്പം ഇറാൻ തീർക്കുന്ന അജയ്യമായ പ്രതിരോധവും ഒന്നിക്കുമ്പോൾ അമേരിക്കൻ ഏകാധിപത്യത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ആത്മാഭിമാനം പണയപ്പെടുത്താതെ സാമ്രാജ്യത്തിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്ന ഈ ധീരമായ മുന്നേറ്റം ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ തുടക്കം തന്നെയാണ്. കറുത്ത സാമ്രാജ്യത്തിന്റെ അഹങ്കാരം തകർത്ത് ഒരു പുതിയ ബഹുദ്രുവ ലോകക്രമം ഉദയം കൊള്ളുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്ക എന്ന അപ്രമാദത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് അവർ വളരുന്നത്. വിഷയത്തിലേക്ക് വരാം. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഏകധ്രുവ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ലോകത്തിന്റെ ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പതിറ്റാണ്ടുകളായി വിവിധ രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച അധിനിവേശങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും ഭരണകൂട അട്ടിമറികളും വച്ചു നീട്ടിയ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ നീതിബോധമുള്ള രാജ്യങ്ങൾ ഒരേ മനസ്സോടെ അണിനിരക്കുന്നു എന്നത് ആഗോള രാഷ്ട്രീയത്തിലെ അവിസ്മരണീയമായ ചരിത്ര മുഹൂർത്തമാണ്. വിയറ്റ്നാമിലെ ചോരപ്പുഴകൾ മുതൽ ഇറാഖിലെ വിനാശകാരമായ യുദ്ധങ്ങൾ വരെയും ഫലസ്തീനിലെ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന അമേരിക്കൻ നയങ്ങൾക്കെതിരെയും ഉയർന്നു വരുന്ന ഈ പ്രതിരോധം കേവലം ഒരു ചെറിയ നീക്കമായിട്ട് നമ്മൾ കാണരുത്. മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മഹാവിപ്ലവമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത് അമേരിക്കൻ അധീശത്വത്തോട് സന്ധി ചെയ്യാൻ തയ്യാറല്ലാത്ത ധീരമായ ഒരു സഖ്യത്തിന്റെ ഉദയത്തിനാണ്. റഷ്യ, ഇറാൻ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ പ്രതിരോധത്തിന്റെ മുൻനിരയിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ കാട്ടുന്ന ധീരത അപാരവുമാണ്. സ്വന്തം പരമാധികാരത്തിന് ഭീഷണിയാകുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിന് മുന്നിൽ ഒരു ബദൽ മാതൃക തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പറയാനുള്ളത്. വിശിഷ്യ ഇറാൻ തീർക്കുന്ന പ്രതിരോധം ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും വളരെ വലുതാണ്. ആയുധബലത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം രാജ്യത്തിന്റെ അഭിമാനവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ആർജവം ചരിത്രത്തിൽ എന്തായാലും രേഖപ്പെടുത്തപ്പെടും. ഈ അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്ക് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള കൂടുതൽ രാജ്യങ്ങൾ അണിനിരക്കുന്നത് ആവേശകരമായ കാഴ്ച തന്നെയാണ്. ക്യൂബ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങളെ റഷ്യയുടെയും അതുപോലെ തന്നെ ഇറാനെ പോലുള്ള സൗഹൃദ രാജ്യങ്ങളുടെയും സഹകരണത്തോടെ നേരിടാൻ തയ്യാറെടുക്കുന്നത് അമേരിക്കയുടെ ഇച്ഛാശക്തിക്ക് വിരുദ്ധമായി ലോകം മാറുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായും രാഷ്ട്രീയമായും അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്താതെ നിൽക്കാൻ ക്യൂബ കാണിക്കുന്ന ധൈര്യം പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ്. നിലവിൽ ആഗോള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുദ്രുവ ലോകത്തേക്കുള്ള മാറ്റമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല, അല്ലെ? അമേരിക്കൻ ഡോളറിന്റെ അധീശത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബ്രിക്സ് പോലുള്ള പുതിയ സാമ്പത്തിക കൂട്ടായ്മകൾ ശക്തിപ്പെടുന്നതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെയും ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ വികസന പാത തിരഞ്ഞെടുക്കാനും പരസ്പരം സഹായിക്കാനും ഈ രാജ്യങ്ങൾ തീരുമാനിച്ചത് സാമ്രാജ്യത്തിന്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്. വിയറ്റ്നാം മുതൽ സിറിയയും ലെബനനും അടക്കമുള്ള മണ്ണിൽ ചോര ചിന്തിയ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് ഇന്ന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു. ഇറാഖിലെ അസ്ഥിരതയ്ക്കും ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾക്കും ഉത്തരവാദികളായ ശക്തികൾക്കെതിരെ ഉയർന്നു വരുന്ന ഈ ശബ്ദങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാവുന്നതാണ്. ഇറാനും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടുന്ന ഈ സഖ്യം വെറും ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് മാത്രമല്ല എന്നും മറിച്ച് സാമ്രാജ്യത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രതിരോധ മതിലാണെന്നും നമ്മൾ തിരിച്ചറിയണം. ഈ രാജ്യങ്ങളുടെ ധൈര്യത്തെ പ്രകീർത്തിക്കാതെ വയ്യ. സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം അടിച്ചമർത്തപ്പെട്ട ലോകത്തിന്റെ ശബ്ദമായി മാറാൻ ഇവർ കാണിക്കുന്ന ഈ ഇച്ഛാശക്തി ലോകരാഷ്ട്രീയത്തിന്റെ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സഹകരണം സൈനിക സാമ്പത്തിക രംഗങ്ങളിൽ പുതിയൊരു കരുത്തു പകരുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യവും. റഷ്യയുടെ സൈനിക മികവും ചൈനയുടെ സാമ്പത്തിക ശേഷിയും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പോരാട്ട വീര്യവും ഒന്നിക്കുമ്പോൾ ലോകം അമേരിക്കയുടെ കാൽക്കീഴിൽ നിന്ന് കുതറി മാറുകയാണ്. അമേരിക്കയുടെ ഈ ഏകാധിപത്യ പ്രവണതകൾക്ക് തടയിടാൻ സാധിക്കുന്ന ഏക മാർഗം ഇത്തരം കൂട്ടായ്മകൾ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങളെ അവരുടെ മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതും വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതും ജനാധിപത്യം പറഞ്ഞ് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതും നിർത്തലാക്കാൻ ഈ രാജ്യങ്ങൾ ഉയർത്തുന്ന പ്രതിരോധം അനിവാര്യവുമാണ്. ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ പ്രാപ്തിയുള്ള ഈ ധീരമായ നിലപാടുകൾ ലോകത്തെ കൂടുതൽ സമത്വസുന്ദരവും നീതിയുക്തമാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഈ പ്രതിരോധത്തിന് കരുത്തു പകരുന്ന ഓരോ രാജ്യവും പ്രശംസിക്കേണ്ടത് തന്നെയാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കോട്ടകൾ വിറയ്ക്കുന്നതും പുതിയൊരു ലോകക്രമം പിറവിയെടുക്കുന്നതും നാം ഈ കാലഘട്ടത്തിൽ കാണുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്.
ഈ രാജ്യങ്ങളുടെ ഐക്യവും ധീരതയും വാനോളം പുകഴ്ത്തപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണെന്ന് കൃത്യമായിട്ട് പറയട്ടെ. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു രാജ്യത്തിന്റെ പേര് കൂടിയുണ്ട്, അത് ഇറാൻ എന്നാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കുത്തക അവകാശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകക്രമത്തിൽ പുതിയൊരു വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണ് എന്ന് നിസ്സംശയം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, സാമ്പത്തിക ശ്വാസം മുട്ടിക്കൽ, രാഷ്ട്രീയ ഒറ്റപ്പെടുത്തൽ, സൈനിക ഭീഷണികൾ എന്നിവയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇറാൻ ഉയർത്തിപ്പിടിക്കുന്ന ചെറുത്തുനിൽപ്പ് ലോകചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയുടെ സർവ്വസന്നാഹങ്ങൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം പരമാധികാരം നിലനിർത്താൻ ഇറാൻ കാണിച്ച ആത്മധൈര്യം അത്യന്തം അത്ഭുതകരം തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ മുട്ടുകൊത്തിക്കാൻ അവർ ഉപയോഗിക്കുന്ന പ്രധാന ആയുധങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങളും കറൻസി മേധാവിത്വവും തന്നെയാണ്. എന്നാൽ ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ ഇറാൻ കാണിച്ച തന്ത്രപരമായ മികവ് പ്രശംസിക്കേണ്ടതും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പുറം ലോകത്തെ അമിതമായി ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമാക്കാൻ ഇറാൻ സ്വീകരിച്ച നടപടികൾ ലോകത്തിന് തന്നെ വലിയൊരു പാഠമാണ്. അമേരിക്കൻ ഉപരോധത്തിന്റെ കൂർത്ത മുനകളെ തങ്ങളുടെ പ്രതിരോധ ശേഷി കൊണ്ട് തകർക്കാൻ ഇറാൻ ഭരണകൂടത്തിനും അവിടുത്തെ ജനങ്ങൾക്കും സാധിച്ചു എന്നത് അവരുടെ മികവായിട്ട് തന്നെ നമ്മൾ എടുത്തു പറയണം. തങ്ങളുടെ ജനതയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടും ഒരു നിമിഷം പോലും ആത്മവീര്യം ചോരാതെയും ഇറാൻ നടത്തുന്ന ഈ മുന്നേറ്റം അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ്. അമേരിക്കയും സഖ്യകക്ഷികളും ഭയക്കുന്ന രീതിയിലുള്ള സൈനിക വളർച്ചയും സാങ്കേതിക മുന്നേറ്റവും ഇറാൻ കൈവരിച്ചത് ആരും സഹായത്തിനില്ലാത്ത പ്രതികൂല സാഹചര്യത്തിലാണ് എന്നതും ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പറയണം. കാരണം അത്രത്തോളം അമേരിക്ക അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിന്റെ അതിരുകൾ സംരക്ഷിക്കാനും മേഖലയിലെ അമേരിക്കൻ ഇടപെടലുകളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഇറാൻ കാണിക്കുന്ന കരുത്ത് പല രാജ്യങ്ങൾക്കും ആവേശകരം തന്നെയാണ്. റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ വൻ ശക്തികളുമായി വളരെ തന്ത്രപരമായ സഖ്യമുണ്ടാക്കി അമേരിക്കൻ ഏകാധിപത്യത്തിന് ബദലായി ഒരു ചേരിയെ തന്നെ കെട്ടിപ്പടുക്കാൻ ഇറാൻ മുൻകൈ എടുത്തു എന്നത് ചരിത്രപരമായ അവരുടെ നേട്ടമാണ്. അത് കുറെയൊക്കെ വിജയിച്ചു എന്നതാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫലസ്തീൻ വിഷയത്തിലും മറ്റും അമേരിക്കൻ നയങ്ങൾക്കെതിരെ ഇറാൻ സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് മാനവികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമായിട്ട് തന്നെയാണ് ലോകം കണ്ടത്. ഇറാഖിലെ അസ്ഥിരതയ്ക്കും സിറിയയിലെ സംഘർഷങ്ങൾക്കും പിന്നിലുള്ള അമേരിക്കൻ അജണ്ടകളെ ഇറാൻ കൃത്യമായി തുറന്നു കാട്ടാനും മടിച്ചില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അമേരിക്ക നടത്തുന്ന ഇത്തരം ഇടപെടലുകളെ നേരിടാൻ ഇറാൻ ഒരുക്കുന്ന പ്രതിരോധ വലയം ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്തിന് ഒരു പേടി സ്വപ്നമാണ് തീർത്തിരിക്കുന്നത്. ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം വെറും ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളത് മാത്രമായിട്ട് നമ്മൾ കാണരുത്. മറിച്ച് അടിച്ചമർത്തപ്പെടുന്ന ലോകത്തിന് മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം നൽകുന്ന ഒരു മുന്നേറ്റം തന്നെയാണിത്. ലോകരാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇറാൻ സത്യത്തിൽ ഒരു വലിയ മാതൃകയാണ് ലോകത്തിന് നൽകുന്നത്. അമേരിക്ക പോലെ ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ മുന്നിൽ നട്ടെല്ല് വളയ്ക്കാതെ നിൽക്കാനും സ്വന്തം ജനതയുടെ അഭിമാനം സംരക്ഷിക്കാനും ആർജവം കാണിക്കുന്ന ഈ രാജ്യം ചരിത്രത്തിന്റെ ഏടുകളിൽ പര്യായമായി എക്കാലവും ഓർമ്മിക്കപ്പെടും. ഈ പ്രതിസന്ധികളിലും തളരാതെ ലോകത്തിന് മുന്നിൽ ഒരു പുതിയ ധ്രുവം തീർത്ത ഇറാനിയൻ ജനതയുടെയും ഭരണകൂടത്തിന്റെയും ഇച്ഛാശക്തി വാനോളം ഉയർത്തപ്പെടേണ്ടത് തന്നെയാണ്. അമേരിക്കയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്ന ഈ വലിയ പോരാട്ടത്തിൽ ഇറാൻ പുലർത്തുന്ന ഈ വീര്യം വളരെ വലുതാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്കും ഇറാന്റെ പോരാട്ട വീര്യത്തെ ഇഷ്ടമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഒപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കണേ.